വെക്കേഷൻ ആയതുകൊണ്ട് ഇവൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് അവനെ കൊണ്ടുപോകാൻ വന്നതാണ്. അമ്മ ഇത് കണ്ട ഞാൻ എല്ലാ ദിവസവും അതെല്ലാം പൊക്കത്തേറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു തരാൻ കേട്ടാ. പിന്നെ ഇവൻ തുമ്പി പിടിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. അമ്മ ഇവിടെ കുറേ തുമ്പിയൊക്കെ വരാറുണ്ട്, ഞാൻ അതിനെ പിടിച്ചൊരു കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുമെന്നൊക്കെ അവൻ എന്നോട് പറയുന്നുണ്ട് കേട്ടാ. 10 ദിവസമായി ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ നിൽക്കണം, നിങ്ങൾ എന്നെ മിസ് ചെയ്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഇതേ പോവാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് വെള്ളാരങ്കല്ലൊക്കെ പിടിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ പാവം പറയാൻ കേട്ടാ. അമ്മ നമുക്കിത് വീട്ടിൽ കൊണ്ട് വെക്കാമെന്ന്. അങ്ങനെ ദേ അമ്മാമ്മയ്ക്ക് ടാക്റ്റിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടാ. അമ്മ ഇത് കണ്ടേ ഈ പുഴങ്കടവിൽ എല്ലാ ദിവസവും എൻ്റെ അമ്മാമ്മ കൊണ്ടുവരാറെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെ ദേ ഞങ്ങൾ നേരെ പോണത് എടപ്പള്ളിയിലേക്കാണ് കേട്ടോ. ഇവൻ്റെ സർജറി ആവാനായതുകൊണ്ട് ഡോക്ടർ പറയുമ്പോഴൊക്കെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ക്ലിനിക്കിൽ കൊണ്ടുപോകണേ. ഇവനാണെങ്കിൽ നേരത്തേക്ക് ഈ ഡോക്ടറെ കണ്ട ഭയങ്കര പേടിയായിരുന്നു കേട്ടാ. ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ദേ അവനതേ ഡോക്ടർ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇനി ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടി കൊണ്ടുപോകണം. അങ്ങനെ ദേ ഞങ്ങൾ പോണ വഴി വോക്ക് വേയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇവനാണെങ്കിൽ ഈ വഴി എപ്പോഴും പോകുമ്പോൾ ഇവിടെ തന്നെ പാർക്കിലൊക്കെ കളിക്കണം കേട്ടാ. അങ്ങനെ ദേ അവിടെ ഓരോ റൈഡിലും കയറി നടക്കുകയാണേ. അപ്പം ഞാൻ പറഞ്ഞേടാ മഴക്കാരുണ്ട്, നമുക്ക് വീട്ടിൽ പോകാന്ന് വെച്ചപ്പോൾ അമ്മ കുറച്ച് നേരം കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. പിന്നെ ദേ അവിടെ ദേ എക്സസൈസ് ചെയ്യാനുള്ള സാധനമൊക്കെ ഉണ്ട്, പിന്നെ അതിലൊക്കെ കയറി ഇരിക്കാറുണ്ട് കേട്ടാ. വാവയാണെങ്കിൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടായിരുന്നു കേട്ടാ. പിന്നെ ദേ ഞങ്ങൾ ദേ പോവാണ് കേട്ടോ.